താത്ത, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അല്ല പറഞ്ഞതാ എന്നോട് ദുആ ചെയ്താൽ ഞാൻ സ്വീകരിക്കും. ആര് ദുആ ചെയ്താലും ഞാൻ സ്വീകരിക്കും. എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. ഇത് അല്ല പറഞ്ഞതാ. എന്തുകൊണ്ട് അല്ല തരുന്നില്ല നിനക്ക്? അവിടെയാ ചിന്തിക്കേണ്ടത്. അല്ല പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദിക്ക്, ഞാൻ തരും. നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരും, ചോദിക്ക്. അള്ളാഹു നമുക്ക് ചോദിക്കാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ. മക്കളില്ലാതെ അടക്കുന്ന അങ്ങാതിയോട് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നീ ദുആ ചെയ്യുന്നില്ല? ഒരിക്കലെങ്കിലും ഒന്ന് കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ടോ? ഭർത്താവ് പറയുന്നു എനിക്ക് കുഴപ്പമില്ല, ഓളുടെ കുഴപ്പം. ഓള് പറയുന്നു എനിക്ക് കുഴപ്പമില്ല, ഓന്റെ കുഴപ്പം. എന്നിട്ട് കുഴപ്പം നോക്കി നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ രണ്ടും കൂടെ ഇരുന്നിട്ടൊരു യാസീൻ ഒതുകിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നെഞ്ചു പൊട്ടിയിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടോ? നീ എങ്ങാണ് അങ്ങനെ ഒരൊറ്റ വട്ടം ദുആ ചെയ്തിരുന്നെങ്കിൽ റബ്ബ് അന്ന് തന്നേനെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. കാരണം അതിനാ ദുആ എന്ന് പറയുന്നത്. അതിനാണ് ദുആ എന്ന് പറയുന്നത്. അള്ളാഹ് അത്രത്തോളം കരുണയുള്ളവനാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ദുആ ചെയ്യ്. അള്ളാഹുവിനോട് ദുആ ചെയ്യ്. മരുന്നുകളെക്കാലം അപ്പുറമുള്ള, ഖുർആനിലില്ലാത്ത മരുന്നൊന്നുമില്ല. ലോകത്തുള്ള എല്ലാ മരുന്നും കഴിച്ചു, മക്കളുണ്ടായോ? ഉണ്ടായില്ല. എന്നാ ഖുർആനിൽ അല്ല പറഞ്ഞ മരുന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ? എടാ, ഖുർആനിലില്ലാത്ത ഒന്നുമില്ലല്ലോ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലില്ലാത്ത ഒന്നുമില്ല. എന്തു പ്രശ്നത്തിലും ഖുർആനിൽ പരിഹാരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മക്കളില്ലാത്ത പാവങ്ങൾക്ക് അള്ളാഹു സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യടോ. ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം തരും. നഷ്ടമില്ല ദുആയില്.